ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മൾ ഒരുപാട് ഇടവേളയ്ക്ക് ശേഷം ഒരു 6 റെസിപ്പി വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പം അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഞാൻ ഒരു 2 ടേബിൾ സ്പൂണാണ് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പം നല്ലപോലെ ചൂടായിട്ടുണ്ട്. നമുക്കതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത് 3 കൂടി ചതച്ചതാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഇട്ട് നന്നായി നമുക്കൊന്ന് അതിൻ്റെ ആ ഒരു പച്ചൊരു സ്മെല്ല് പോകുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പിലയും ഞാനിവിടെ 2 സവാളയാണ് എടുത്തിട്ടുള്ളത്. ഇനി സവാള പെട്ടെന്ന് നമുക്ക് വഴന്ന് കിട്ടാനായിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് നമുക്ക് നല്ല പോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതാ നല്ല പോലെ ഇവിടെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂണ് ഗരം മസാലയാണ് ആഡ് ആക്കിയിട്ടുള്ളത്. ഇനി ഒന്നുകൂടി നമുക്ക് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം, അതിൻ്റെ ആ ഒരു പച്ച കുത്തൽ പോകുന്നത് വരെ. പൊടികളായിട്ട് ഞാനിതിൽ ഒരുപാട് പൊടികളൊന്നും ആഡ് ആക്കുന്നില്ല. ഒരു 1/4 ടീസ്പൂണ് മല്ലിപ്പൊടിയാണ് ആഡ് ആക്കിയിട്ടുള്ളത്. നല്ലപോലെ ഇത് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു മുട്ടയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് 1-2 സെക്കൻഡ് നമുക്കൊന്ന് വേവാൻ വേണ്ടിയിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. നല്ല പോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതാ നല്ല പോലെ ഇത് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഉള്ളിയായിട്ട് നല്ലത് യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്കൊരു 2 ടീസ്പൂണ് മയോണൈസാണ് ഞാൻ ആഡ് ആക്കി കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നമുക്കിത് ഒന്നുകൂടി നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ നല്ല പോലെ ഇത് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി മല്ലിയിലൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് മല്ലിയില കൂടി ആഡ് ആക്കി കൊടുക്കാം. അപ്പോൾ എനിക്ക് പേഴ്സണലി ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ. ഇനി ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇതാ ഒരു 1/2 കപ്പ് ഞാനിവിടെ ആട്ടപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് ഒരു കൈപ്പിടി മല്ലിയിലയും ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് നന്നായി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 2 ടീസ്പൂണ് വെജിറ്റബിൾ ഓയിലോ നെയ്യോ എന്ത് വേണമെങ്കിലും നമുക്ക് ബട്ടറോ എന്ത് വേണമെങ്കിൽ നമുക്കിതിലേക്ക് ആഡ് ആക്കി കൊടുക്കാം. ഇവിടെ ഞാൻ പച്ച വെള്ളമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ അത് നല്ല പോലെ കുഴച്ചെടുത്ത് നല്ല സോഫ്റ്റായിട്ട് നമ്മളെ ഉണ്ട വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒരു 2 പാർട്ടാക്കി നമുക്ക് മാറ്റാം. ഒരേ വലുപ്പത്തിലുള്ള 2 ബോൾസ് ആക്കി മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പരത്തിയെടുത്ത് വരാം. ഒരുപാട് വലുപ്പത്തിലൊന്നും ഞാനതവിടെ പരത്തിയിട്ടില്ല. ഈ ഒരു റൗണ്ട് ഷേപ്പിൽ മതി നമ്മൾ പരത്തി. അപ്പോൾ അതാ 2ാമത്തെ ഉണ്ടയും നമ്മളിതാ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇതാ പരത്തിയെടുത്ത് വെച്ചതിലേക്ക് ഞാനിതാ അവിടെ ആവശ്യത്തിനുള്ള മയോണൈസ് ഇവിടെ പരത്തി കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ച മസാല കൂടി നമുക്കിതിലൊന്ന് എല്ലാ ഭാഗത്തും ആവുന്ന രീതിയിൽ നമുക്കിതൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് ആ മസാലയൊക്കെ അത് അവിടെ ഫുള്ള് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി മേലെ നമുക്ക് ഇതിൻ്റെ മേലെ മയോണൈസ് നമ്മൾ ആവശ്യത്തിനനുസരിച്ച് മയോണൈസ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് മേലെ 2ാമത്തെ പരത്തി വെച്ച പത്തിരി ഇട്ടിട്ട് നമുക്കൊന്ന് പ്രസ്സാക്കി കൊടുക്കണം, അല്ലെങ്കിൽ നമ്മുടെ മയോണൈസ് പുറത്തേക്ക് ചാടിപ്പോവും. അപ്പോൾ അത് നല്ല പോലെ എന്താ പ്രസ്സാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിതൊന്ന് ആവി കയറ്റാൻ വേണ്ടി നമുക്കിത് അടുപ്പത്ത് വെക്കാം. ഒരു 5-10 മിനിറ്റ് നമ്മൾ ഏകദേശം വെച്ചാൽ മതി. അപ്പോൾ അതാ 5-10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ റെസിപ്പി ഇതവിടെ റെഡി ആയിട്ടുണ്ട്.
അപ്പോൾ നമുക്കിത് ഇങ്ങനെ കഴിക്കണമെങ്കിൽ ഇങ്ങനെ കഴിക്കാം കേട്ടോ. പക്ഷെ ഞാനിതൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്തിട്ടാണ് നമ്മൾ സെർവ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിത് ഷാലോ ഫ്രൈ ചെയ്യാനായിട്ട് നമ്മളിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഒരുപാട് വലിയ പീസായിട്ട് ഇത് ഷാലോ ഫ്രൈ ചെയ്യുന്നില്ല, കുഞ്ഞു കുഞ്ഞു പീസായിട്ടാണ് ഷാലോ ഫ്രൈ ചെയ്യുന്നത്. ഇങ്ങനെയാണ് നമ്മൾ മുറിച്ചൊക്കെ കിട്ടുന്നത്. അപ്പം നമ്മളിതൊന്ന് ഷാലോ ഫ്രൈ ചെയ്യാനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഇതിൽ ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാനിതവിടെ മൈദ ബാറ്ററാണ് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ അതിലും മുക്കി കണ്ടിട്ട് നമ്മുടെ റെസിപ്പി നമുക്ക് ഇതിലേക്ക് ഇട്ടും കണ്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതും അതുപോലെ തന്നെ എല്ലാം നമുക്ക് അങ്ങനെ തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ അതാ ഏകദേശം ഒരു സൈഡ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതൊന്ന് ജസ്റ്റ് ഒന്ന് മറിച്ചിട്ടതന്നെ. അപ്പോൾ ബാക്കിയുള്ളത് കൂടി ഇതാ മറിച്ചിട്ടിട്ട് നമുക്ക് അപ്പുറത്തെ സൈഡ് കൂടി ഒന്ന് നമുക്കിതൊന്ന് മൊരിച്ചെടുക്കാം. അപ്പോൾ ഇതാ ഏകദേശം 2 സൈഡും ഇതാ മൊരിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് നമുക്കിതൊന്ന് സെർവിങ് പ്ലേറ്റിലേക്ക് നമുക്കൊന്ന് മാറ്റാം. അപ്പോൾ ആദ്യമായിട്ട് ആരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം നമ്മുടെ അടിപൊളി റെസിപ്പി ഇവിടെ തയ്യാറായിട്ടുണ്ട്.